മനുഷ്യൻ അക്കരെ നിന്ന് വിളിക്കുകയാ, എന്നെ സഹായിപ്പാൻ ഇവിടെ ആരുമില്ലേ, എന്നെ വിടുവിപ്പാൻ ഇവിടെ ആരുമില്ലേ. ഈ ശബ്ദം യേശുവിന്റെ കാതുകളിലേക്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാ. ഈ ശബ്ദധരണിക്കുള്ളിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അക്കരെന്നൊരു ശബ്ദം എന്റെ കാതുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് പകല് മറുപടിയില്ലാതെ ആരൊക്കെയോ ചില തകർച്ചകളാൽ ദൈവത്തെ നോക്കി നിലവിളിക്കുമ്പോ അവൻ നിലവിളിച്ച് കരയുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, നിനക്ക് വേണ്ടി യേശു വരാൻ പോകുകയാ. അവനൊരു പകരക്കാരനെ അയക്കത്തില്ല. പകരക്കാരനെ അയക്കേണ്ട ഇടത്ത് പരിശുദ്ധാത്മാവിനെ ഇറക്കേണ്ടടുത്ത് പരിശുദ്ധാത്മാവിനെ അയക്കും. എന്നാൽ ഡയറക്റ്റായി വരേണ്ടടുത്ത് യേശു ഡയറക്റ്റായി വരോ. ഇവനാർ തമ്മിൽ പറഞ്ഞു. നീ പ്രതീക്ഷിച്ചു കൊണ്ടുവന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, നിന്റെ കുടുംബത്തിൽ ഇതുവരെ ഹല്ലേലൂയ നടക്കാതെ പോയ ചില വിഷയങ്ങളുണ്ടല്ലോ, നിന്റെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ച ചില മണ്ഡലങ്ങളുണ്ടല്ലോ, നിനക്കൊരു തലമുറ തരാതെ വന്ന മറകെട്ടുന്ന ചില പൈശാചിക തലമുണ്ടല്ലോ. ഇന്ന് പകല് ദൈവം അടിക്കാൻ പോവുകയാ. പ്രാർത്ഥിച്ചു കരയുന്നവരുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ കരമിറങ്ങി ചലിക്കുകയാ. വിട്ടുകൊടുത്ത് ആരാധിക്കാൻ കഴിവുള്ളവർ ഇന്ന് പകൽ ദൂത് സ്വീകരിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഉയരുകയില്ലെന്ന് വാദിക്കുന്ന ചില വാദങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, 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 അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പൊട്ടും. ഉപമകളായി, വ്യാഖ്യാനമായി ഇക്കരെ ഇരുന്ന് ശിഷ്യന്മാരുമായി യേശു ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അങ്ങ് അക്കരെ നിന്ന് ഒരു വിളി ശബ്ദം കേൾക്കുകയാ, എന്നെ സഹായിപ്പാൻ ആരും ഇല്ലേ. 6000 ഭൂതം ബാധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, കല്ലറയിൽ കിടന്നൊരു ലഗിയോൻ, അവൻ അവിടെ കിടന്ന് വിളിക്കുന്നേ. ഇവന് ഇടയ്ക്കിടയ്ക്ക് സുബോധം വരും. സുബോധം വരുമ്പോൾ ആ സ്ഥലത്ത് അവന്റെ അപ്പനും നിൽപ്പുണ്ട്, അവന്റെ അമ്മയുണ്ട്, അവന്റെ ഭാര്യയും പിള്ളാരും ഉണ്ട്. ഇവൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് എന്താ ഈ സംഭവിക്കുന്നത്? അപ്പന്റെ മറുപടി, മോനെ, നിന്നെ ഒരു ശക്തി ആവാഹിച്ചു വെച്ചിരിക്കുക. പലതവണ അത് വെളിപ്പെടുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് ഇറക്കി വിടാൻ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല, ഇറങ്ങുന്നില്ല. ശരീരത്തെ പാറകളിൽ ഇടിച്ച് ചതപ്പിച്ച് ആമെ ചങ്ങലകളെല്ലാം വലിച്ചു പൊട്ടിച്ച് കളയുക. അത്രയും ഒരു സ്പിരിറ്റ് അവന്റെ മേൽ വ്യാപരിക്കുന്നു. ഞാൻ പറയാം, നിന്നെ 1 ഇഞ്ച് പോലും വിട്ടു തരില്ല. ഒരു തലമുറ നിനക്ക് തരത്തില്ലെന്ന് അവൻ എത്ര അവകാശം പറഞ്ഞ് നിനക്കെതിരെ ഉയർന്നു നിന്നാല് ഈ വചനം ഞാൻ എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ചില കുടുംബത്തിൽ കുടിയിരിക്കുന്ന ചില കുടിയിരിപ്പിന്റെ ആഴമേറിയ ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽ പൊളിയാൻ പോകും.